Am I audible? Yes, കേൾക്കുന്നുണ്ട്. Yes, good morning, madam. Okay. After a week later, അല്ലേ? ഈദ് കഴിഞ്ഞു. How was your Eid? ഈദ് വൈബൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ? ഓക്കെ, നൈസ്. ഇന്നലെ കോഴിക്കോട് ഉണ്ടായിരുന്ന സെഷനിൽ പോയിരുന്നോ? എത്ര പേരുണ്ടായിരുന്നു ഇവിടുന്ന്? ഓക്കെ. ഓക്കെ ഓക്കെ. മാഡം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ സെക്ഷൻ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു മാഡം. നല്ല സൂപ്പർ സെക്ഷൻ ആയിരുന്നു. താങ്ക് യു മാഡം. ഗ്ലാഡ് ടു ഹിയർ. അറിയാം, നല്ല പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടുന്ന നല്ലൊരു സെഷൻ ആയിരിക്കും. എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് സെഷൻ ഉണ്ടായിരിക്കും. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അപ്പോ നമുക്ക് കാണാം. അടുത്ത സെഷനിൽ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം. കഴിഞ്ഞ 5 days സെഷനിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു അവിടെ. കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലേ? എന്റെ പ്ലേസ് വരുന്നത് മണ്ണാർക്കാടാണ്. ഓക്കെ. ഇത് നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. പുതിയ സെഷൻ, പുതിയ ടോപ്പിക്. ആഫ്റ്റർ എ ബ്രേക്ക്. ഞാൻ കഴിഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം അപ്പ് ആയതുകൊണ്ട് പിന്നെ അത് അങ്ങനെ കഴിഞ്ഞ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബൌട്ട് യുവർ ടോപ്പിക്, നമ്മുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെന്ററിങ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടോ ഒക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് ഫീഡ്ബാക്സ് പറയാറുണ്ട്, അല്ലെങ്കിൽ ഫീഡ്ബാക്സ് പറയാറുണ്ട്. സജഷൻസ്, ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് കിട്ടിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു വേ ഓഫ് സ്റ്റൈലില് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാനുണ്ടോ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ടും പറയാം, മൈക്ക് ഓൺ ചെയ്തിട്ടും പറയാം. ഇല്ല, ഈ ഒരു വേ ഓഫ് സെഷൻ ടേക്കിങ്ങും മെന്ററിങ്ങും ഈ ഒരു ടോപ്പിക്കും എല്ലാം ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എപ്പോ വേണമെങ്കിലും പറയാട്ടോ. അങ്ങനെ ഇന്ന സമയം എന്നൊന്നുമില്ല. നമ്മള് ഉണ്ടാവുമല്ലോ, നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്, പറയാവുന്നതാണ്. ഓൾവേസ് വെൽക്കം. ഓക്കെ, താങ്ക് യു. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ ആയിരുന്നു അല്ലെ?
വാട്ട് ഈസ് പ്രോക്രാസ്റ്റിനേഷൻ, പ്രോക്രാസ്റ്റിനേഷൻ എന്താന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയത് എന്തിനാന്ന് വെച്ചാല് ആ പ്രോക്രാസ്റ്റിനേഷൻ എടുത്തിട്ട് മാറ്റി കളയാനാണ്. നമ്മുടെ ലൈഫിൽ പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. ആ ഒരു കാര്യം കംപ്ലീറ്റ്ലി മാറ്റി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അതല്ലാതെ നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ട്, ഓക്കെ എനിക്ക് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ട്, ഞാൻ അത് അവിടെ അങ്ങനെ കടന്നോട്ടെ, അങ്ങനെയല്ല. നമ്മൾ ഇതിനെടുത്ത് മാറ്റണം. നമ്മുടെ ലൈഫിൽ ഈ ഒരു സംഭവം എടുത്ത് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞതോട് മാറോ? ഇല്ല, നമ്മൾ കുറെ കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ സ്റ്റെക്കായി കിടക്കുന്ന, ബ്ലോക്കായി കിടക്കുന്ന കാര്യങ്ങൾ മാറ്റി പുതിയ 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 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? പ്രോക്രാസ്റ്റിനേഷൻ ആദ്യം എടുത്ത് മാറ്റണം, അല്ലെ? അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതെടുത്ത് മാറ്റുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ഇവിടെ ഒരു 10 things you must work on your everyday. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട 10 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ പറ്റിയാണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. ഇത് കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു സെഷനോട് തീരില്ല. അത്യാവശ്യം നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പോവാം. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ഓടിച്ചു വിട്ടതുകൊണ്ട് അതിന്റെ ഒരു ഇൻഡെപ്ത് നമുക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാവും, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഓരോന്നും എന്തിനാണ്, എങ്ങനെയാണ് അതിന്റെ മാറ്റങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഉപകാരങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് നമുക്ക് മനസ്സിലാകണം. അപ്പൊ അതിനുവേണ്ടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോയാലേ പറ്റുള്ളൂ. നമ്മുടെ സിംഗിൾ ഓരോ ദിവസത്തിലാണെങ്കിലും നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓരോ ദിവസവും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരു ദിവസം വെറുതെ കഴിഞ്ഞു പോകുന്നില്ല. വളരെ വിലപ്പെട്ട സമയങ്ങളാണ് എല്ലാ ദിവസവും നമുക്കുള്ളത്. 24 മണിക്കൂർ എന്ന് പറയുന്നത്, 24/7 എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമയമാണ്, അല്ലെ? നമ്മൾ അതിനെ ഓരോന്നിനും കൃത്യമായി നമ്മൾ മാറ്റി വെച്ച് കൃത്യമായി പോകുന്നു. കുറെ അലസമായിട്ട് പോകുന്നു. പല രീതിയിലായിരിക്കും നമ്മുടെ ഓരോ ദിവസം പോകുക എന്നുള്ളത്. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം, ആൾവേസ് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ചിന്തിക്കും തോറും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അല്ലെ? എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു രീതിക്ക് നമ്മൾ ഓരോ ദിവസവും നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്ക് വെറുതെ കിട്ടുന്നതല്ലല്ലോ ഓരോ ദിവസവും. വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്, വിലപ്പെട്ട സമയങ്ങളാണ്. ഈ ഒരു സമയം നഷ്ടപ്പെടുത്തി പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന നമ്മുടെ കാര്യം എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഓരോ ഓപ്പർച്യൂണിറ്റിയും നമുക്ക് എന്തിനുള്ളതാണ്? നമ്മുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മുമ്പ് ആക്റ്റീവ് ലേണിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ പഠിക്കുക. ഏജ് ഇതിനൊരു ഫാക്ടർ അല്ല. എനിക്ക് ഇത്ര വയസ്സായി, ഓക്കെ, എനിക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞു, ഞാൻ ഇനി പഠിക്കേണ്ടതുണ്ടോ? അങ്ങനെയല്ല. നമ്മുടെ സ്കില്ല്, നമുക്ക് ഓരോ ദിവസവും സ്കിൽ ഡെവലപ്മെന്റിനുള്ള ടൈമാണ്. സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അറിയുന്തോറും അത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പൊ ആ രീതിക്ക് നമുക്ക് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഷാർപ്പൻ ചെയ്യാനും, ഒരു സ്കിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതിനെ ഷാർപ്പൻ ചെയ്ത് കൊണ്ടുപോകണം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് വരാൻ. അപ്പൊ ഈ ഒരു വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുണ്ടോ അതൊക്കെ നമ്മൾ പഠിക്കണം. എന്തൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണോ അതൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, എനിക്കിത്ര വയസ്സായില്ലേ, ഓക്കെ, ഇനി എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇനി അത് പറ്റുമോ? പലതരം ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്, അല്ലെ? ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും പറഞ്ഞ പോലെ ഫിക്സഡ് മൈൻഡ് സെറ്റിനെ അങ്ങോട്ട് മാറ്റി വെച്ചൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. പിന്നെ പ്രായത്തിന്റെ കാര്യം പറഞ്ഞു. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ എത്ര സമയമാണെങ്കിലും നമുക്കതൊരു പ്രായമല്ല. നമ്മളെപ്പോഴും ചെറുപ്പമാണ്. മനസ്സിൽ ചെറുപ്പമുണ്ടെങ്കിൽ ആൾവേസ് നമ്മൾ എന്താണ്? ചെറുപ്പമാണ്. നമ്മളെപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുക. പിന്നെ പ്രായം എന്ന് പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് കമ്മ്യൂണിറ്റിയിലൊക്കെ വരുമ്പോൾ
ഏജ് അവിടെ ഒരു ഫാക്ടർ അല്ല. ഏജ് അവിടെ ഒരു ഫാക്ടറേ അല്ല. നമുക്ക് ഏത് പ്രായത്തിലും സ്കിൽ ഉണ്ടായാൽ മതി. സ്കില്ലാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇൻട്രസ്റ്റ് ആണ് കാര്യം. ഏജ് അവിടെ ഒരു ഫാക്ടർ അല്ല. അപ്പൊ നമ്മുടെ ഇന്നലൊക്കെ 4 ഇതിൽ രസകരമായിട്ട് എന്താണെന്ന് വെച്ചാല് പറയാം. ഇന്നലൊക്കെ 4 വയസ്സാണ് ഞങ്ങൾക്കൊക്കെ. അതെ, അതറിയണത് ഏജ് നമുക്കൊരു ഫാക്ടറേ അല്ല. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളതില് ഇപ്പൊ ഒരാള് ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് റിട്ടയർഡ് ആയതാണ്. ആള് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിട്ടയർഡ് ആവാനായി. റിട്ടയർഡ് ഈ ഒരു വർഷം റിട്ടയർമെന്റിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അതിനെ പറ്റി സംസാരിച്ചപ്പോ ആള് റിട്ടയർമെന്റ് കഴിഞ്ഞു. റിട്ടയർമെന്റ് ഇതിന്റെ ഇടയിലാണ് ട്രെയിനിങ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു ഫീൽഡും ഒക്കെ ആള് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ റിട്ടയർമെന്റ് കഴിയുന്നതോട് കൂടി ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, എനിക്ക് 55 വയസ്സ് കഴിഞ്ഞല്ലോ, ഞാൻ ഇനി വെറുതെ ഇരിക്കില്ല, അങ്ങനെയല്ല. അവർ ആ ഒരു റിട്ടയർമെന്റിന്റെ ഒരു സമയം കുറച്ച് മുമ്പ് തന്നെ നേരെ എന്ത് ചെയ്തു, ജേർണലിസത്തോട്ട് കടന്നു. ജേർണലിസം എന്നൊരു കോഴ്സിലേക്ക് ആള് കടന്നു. ആ ഒരു കോഴ്സിലേക്ക് കടന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏജ് ഒരിക്കലും ഒരു ഫാക്ടറേ അല്ല എന്ന് പറയുന്നതാണ് ആള്. അപ്പൊ നമ്മൾ ശരിക്കും ജേർണലിസം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ജേർണലിസം പഠിക്കാൻ വേണ്ടി പോകുന്നു. ആളുടെ പഠിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ വല്ല സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ ജിയോഗ്രഫിയോ സോഷ്യലോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിരിക്കും എന്നല്ല. അപ്പൊ നമ്മൾ മാം എന്താ പഠിപ്പിച്ചിരുന്നെന്ന് ചോദിച്ചപ്പോ കെമിസ്ട്രി ടീച്ചർ ആയിരുന്നു. എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേൾഡിലോട്ടാണ് ആള് വരുന്നത്. ആള് പഠിപ്പിച്ചിരുന്ന കെമിസ്ട്രി ടീച്ചറാണ്. കെമിസ്ട്രി ടീച്ചർ ആയിട്ടുള്ള ഒരാളാണ് എന്ത് ചെയ്യുന്നത്, എൻ്റയർലി ഡിഫറെന്റ് ആയിട്ട് ജേർണലിസത്തിലോട്ട് വരുന്നത്. അതൊരു ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് മാത്രമല്ല, ഈ ഒരു ഓൾവേസ് ബിസി ലൈഫാണ്. ലൈഫ് ബിസി ആയി പോയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാള് 24/7 ആസ് എ ടീച്ചർ അവർക്ക് അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കും. ലൈഫിൽ ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ മാത്രമല്ലല്ലോ, നമ്മുടെ കരിയർ മാത്രമല്ലല്ലോ, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണേ ഒരുപാട് കാര്യമുണ്ട്. അപ്പൊ 24/7 ഓണായിട്ട് നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് സ്റ്റക്ക് ആവുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ആൾക്കൊന്നും ചെയ്യാനില്ല. പിന്നെ നമ്മളെ ഫാക്ടർ എന്താ വരിക, നമ്മൾ അത്രയും നാളും നമ്മൾ ഓടി നടന്നിരുന്ന നമ്മുടെ മക്കളും ഒക്കെ ഉണ്ടാവും. അവരൊരു പ്രായം കഴിഞ്ഞാൽ അവരുടേതായ എല്ലാ സമയം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവരവരുടേതായ ലോകത്തിലോട്ട് മാറും. അത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമ്മൾ ഒറ്റയ്ക്കായി പോകും. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതില് ആ ഒരു വർക്കും മക്കളും വീടും എല്ലാമായിട്ടാവും പോകുന്നുണ്ടാകുക. കംപ്ലീറ്റ്ലി മക്കളിലോട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടാവില്ല. പിന്നെ അവരുടെ ഒരു സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പൊതുവെ റിട്ടയർമെന്റ് ഒക്കെ ആവുമ്പോ അവര് വേറെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും. വെറുതെ ഇരിക്കുക എന്നുള്ളത് മാക്സിമം അവർ ഒഴിവാക്കുകയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ ജേർണലിസത്തിലോട്ട് കടക്കുന്നത്. അതേസമയം അവര് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീട് വെറുതെ ഇരിക്കും തോറും ടെൻഷൻ കൂടും, ആൻസൈറ്റി ആകും. അത് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും. JAD ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ് അങ്ങനെ ഒരു സാഹചര്യത്തില്. അതെ, ലോ കോളേജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ സെഷൻ അവൈലബിൾ അല്ല, നമുക്ക് അവിടെ റെഗുലർ കോഴ്സ് പോകണം. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കംപ്ലീറ്റ്ലി ഫ്രീ ആവുകയാണ് ഈ ഒരു റിട്ടയർമെന്റിന് ശേഷം. അതുവരെ ഉണ്ടായിരുന്ന ഫാക്ടർ ആയിട്ടുള്ള മക്കള് പോലും അവരൊക്കെ അവരുടേതായ ലൈഫിലോട്ട് മാറിയിട്ടുണ്ടാവും. അവരവരെ കരിയർ നോക്കി പോയിട്ടുണ്ടാവും, അവരവരുടെ ലൈഫ് നോക്കി പോയിട്ടുണ്ടാവും. അത് വേണം, എന്നും നമ്മുടെ കൂടെ നിർത്താൻ പറ്റില്ല. അവർക്ക് എല്ലാവർക്കും ഓരോ ലിമിറ്റ് ഉണ്ട്. ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വരെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ നമ്മളാണ് എന്ത് ചെയ്യണത്, നമുക്ക് ഇനി വേറൊരു ലോകമല്ല, നമ്മുടെ ലോകം ഇത് മാത്രമാണെന്ന് അത് മാത്രം വിശ്വസിച്ചു കൊണ്ടുപോയി ഒരു സമയം കഴിയുമ്പോൾ ഇതെല്ലാം വേറെ പോകുന്ന ഒരു സമയത്ത് എത്തുമ്പോഴാണ് നമുക്കിത് താങ്ങാൻ പറ്റാത്തൊരു വിഷമത്തിലോട്ട് വരിക. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ആൻസൈറ്റി ആയി, ഡിപ്രഷനായി, വിഷമമായി, സങ്കടമായി, അതിൽ പല രീതിക്ക് ഇത് ഡൈവേർട്ട് ചെയ്ത് പോകും. അപ്പൊ അതിന് നമ്മളെപ്പോഴും എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബിസി ആയി പോവാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതൊരിക്കലും ലൈഫിന്റെ ഒരു പാർട്ടല്ല, ലൈഫിന്റെ ഒരു ഭാഗമാണ്. ലൈഫ് ഇതല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്നിലും നമ്മൾ കൊണ്ടുപോയി ഡംപ് ചെയ്യരുത് നമ്മുടെ എനർജി ഡംപ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ഹോം മേക്കർ ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് വരുന്ന കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഒന്നുമില്ല, വീട് മക്കള് ഇത് മാത്രമേ വരുന്നുള്ളൂ. ഒരു സമയം കഴിഞ്ഞ്
മക്കള് കല്യാണം കഴിഞ്ഞ് പോയി, അല്ലെങ്കിൽ അവരവിടെ ജോലിയായി, അവർക്ക് അവരുടെ മക്കളായി, അവർക്ക് അവരുടെ ഫാമിലിയായി, ലൈഫ് മാറുകയാണ്. പിന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ സാഹചര്യം വരാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. ഒരു സമയത്തും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതിന് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കണം. പുതിയ സ്കില്ല് പഠിക്കാനാണെങ്കിൽ പഠിക്കണം. കുറെ പേര് ടൈലറിംഗ് ഒക്കെ പഠിച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും. മുമ്പ് എപ്പോഴോ പഠിച്ചതായിരിക്കും. പക്ഷെ ഒരു സമയത്ത് വെറുതെ ഇരിക്കുന്ന ഒരു സമയം വരുമ്പോൾ പൊടി തട്ടിയെടുത്തിട്ട് അതിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ട് അതിൽ രക്ഷപ്പെട്ട ആളുകൾ ഉണ്ടാവും. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. മുമ്പ് എപ്പോഴോ പഠിച്ച കാര്യമാണ്. പക്ഷെ നമ്മളിത് കരുതും മുമ്പ് എപ്പോഴോ പഠിച്ചതാണ്, എനിക്ക് ഇനി അതിൽ ടേസ്റ്റ് ഒന്നുമില്ല, ഞാനത് മറന്നു പോകും. അങ്ങനെയല്ല. സ്കില്ല് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൾവേസ് നമ്മളത് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. പൊടി തട്ടിയെടുക്കുന്ന പോലെയാണ്. പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയും. ടൈലറിംഗ് ഒക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഏത് സ്കില്ലാണെങ്കിലും അങ്ങനെയാണ്. മുമ്പ് എപ്പോഴോ പഠിച്ചതാണ്. നമുക്കൊരു കോൺഫിഡൻസിന്റെ ഒരു കുറവേ ഉണ്ടാവുള്ളൂ. അതൊരു സ്പാർക്ക് എവിടെന്നെങ്കിലും കിട്ടിയാൽ മതി. മേ ബി ചിലപ്പോ ഈ ഒരു ക്ലാസ്സിലാവും ചിലപ്പോ സ്പാർക്ക് വരിക. ഞാൻ പറഞ്ഞ കാര്യത്തിലാവും ഞാൻ മുമ്പ് എപ്പോഴോ ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ എനിക്കതൊന്ന് തുടങ്ങി നോക്കിയാലോ. അപ്പൊ അങ്ങനെ നമുക്കൊരു സ്പാർക്ക് കിട്ടുക വേണ്ടുള്ളൂ. ഈ സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് ചാടി കയറും. പിന്നെ നമുക്കതൊരു വിഷയമല്ല. അപ്പൊ അങ്ങനെ എപ്പോഴും എന്ത് ചെയ്യാ, ഈ സ്കിൽ ഡെവലപ്മെന്റിന് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. മുമ്പുള്ള സ്കില്ല് നമ്മൾ ഒഴിവാക്കാതെ നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കുകയും ചെയ്യുക. ഇത് രണ്ടും നമ്മൾ വേണം. പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറന്നു പോവില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. നമ്മളാണ് നമ്മളൊരു തെറ്റായ ധാരണയാണ് നമ്മൾ മറന്നു പോയി എന്നുള്ളത്. നമ്മുടെ സ്വയം ധാരണയാണ്. പെയിന്റിങ് ഉണ്ടാവും, എംബ്രോയിഡറിങ് ഉണ്ടാകും, അങ്ങനെ പല രീതിക്കാവും ഓരോരുത്തർക്ക് സ്കിൽ ഉണ്ടാകുക. ഞാൻ നോർമൽ ആയിട്ടുള്ള ഹോം മേക്കർ ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം മറന്നൊരു സമയത്ത് നമ്മൾ വിട്ടേ പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു സമയത്ത് നമ്മൾ ഇത് പൊടി തട്ടിയെടുക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഓക്കെ എനിക്കിതെല്ലാം അറിയാലോ, ഞാനതൊന്നും മറന്നിട്ടില്ലല്ലോ. അപ്പൊ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ വളരെ ഹൈ ആയിരിക്കും. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചെയ്ത കാര്യങ്ങളാവും പിന്നെ അവിടെ ഇട്ടുപോയതാവും. പ്രയോറിറ്റിയാണ് ബേസ്. പ്രയോറിറ്റി മീൻസ് നമ്മൾ ആ ഒരു പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പല സമയത്ത് മാറ്റിന്ന് വരും. പക്ഷെ നമ്മൾ എപ്പോഴും അതെ 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 ഒരുപാട് നല്ല നല്ല കഴിവുകളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതെ, ഇതെല്ലാം സ്കില്ലാണ്. ഇതെല്ലാം സ്കില്ലാണ്. അതെ, ഇത് കാണുന്തോറും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യും. വീണ്ടും വീണ്ടും ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യും. വീണ്ടും വീണ്ടും ചെയ്യാനോ, ഇനി ഒരു സമയം നമ്മൾ ഇതിവിടെ വെച്ചു, ഓക്കെ നമ്മൾ ഇനി കുറച്ച് സമയത്തിന് ചെയ്യുന്നില്ല, പക്ഷെ ഇത് കാണുമ്പോ ഓക്കെ എനിക്കിത് അറിയുന്ന കാര്യമാണ്, എനിക്ക് ഇനിയും ചെയ്യാലോ, അല്ലെങ്കിൽ എനിക്ക് ഇനിയും ചെയ്യണം, ഇങ്ങനെയൊക്കെ തോന്നും. കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണേലും നമ്മളത് ചെയ്യും. ഞാൻ എന്റെ ചെറുപ്പത്തില് അല്ലെങ്കിൽ ഞാൻ എന്റെ സ്കൂളിംഗ് ടൈമിൽ നല്ലപോലെ പെയിന്റ് ചെയ്തിരുന്നു. ആൾവേസ് എപ്പോഴും പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. കുറെ ക്രാഫ്റ്റ് ചെയ്തിരുന്നു. കുറെ ക്രാഫ്റ്റുകൾ ചെയ്തിരുന്നു. ഒരുപാട് പെയിന്റ് ചെയ്യുക, ക്രാഫ്റ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെ എന്റെ ഒരു ഹോബി ലെവൽ അതായിരുന്നു. അതിനുശേഷം ഒരു സമയം കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും എന്റെ മോളായതിനു ശേഷമാണ് ഞാൻ നിർത്തിയത്. ഞാനായിട്ട് അത് പ്രയോറിറ്റി ബേസ് ആണ്, ഞാനായിട്ട് നിർത്തിയതാണ്. ആ മോളാവുന്നവരെ പ്രഗ്നൻസി പീരീഡ് ഒക്കെ എന്റെ ഫസ്റ്റ് പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ്ലി പോയത് ഈ ക്രാഫ്റ്റിങ്ങിലും. നമ്മൾ വെറുതെ റെസ്റ്റ് എടുക്കുന്ന സമയമാണല്ലോ, ഈ ക്രാഫ്റ്റിങ്ങും പെയിന്റിങ്ങും ഒക്കെ തന്നെ ആയിരുന്നു. എന്റെ വീട്ടിലൊക്കെ കുറെ ഉണ്ട് അങ്ങനെ. വെറുതെ ഇതുപോലെ ജസ്റ്റ് എനിക്ക് ക്യാൻവാസ് ഒന്നും വേണ്ട, ഒരു മൺകുടം കിട്ടിയാലും ഞാനെല്ലാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഈ രീതിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മോളായതിനു ശേഷം ഞാൻ ആ പെയിന്റ് എന്ന സാധനം, പെയിന്റ് ബ്രഷ് ഇതെല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കി. അതെന്താന്ന് വെച്ചാല് കൂടുതലായിട്ട് മോളെ നോക്കണം, ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ എന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്, മോളാണ് എന്നുള്ള ഇമ്പോർട്ടൻസിൽ ഞാൻ മാറ്റി. പിന്നെ മോള് കുറച്ചൊന്നും ആയി കഴിഞ്ഞപ്പോൾ ഇവര് കുട്ടികളാണല്ലോ, ഇവരിത് ഇങ്ങനെ കളിച്ചിട്ടും കേടി വരുത്തിയിട്ടും ആയിരിക്കും. അപ്പൊ അത് പേടിച്ചിട്ട് എന്തായി, ഞാൻ കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കി. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു, ഓക്കെ എനിക്കിപ്പോ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല, ഞാനത് വിട്ടുപോയി. ആ രീതിക്കൊക്കെ ആയിരുന്നു. കുറെ പെയിന്റിന്റെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു, കുറെ ബ്രഷസിന്റെ ഒരു തന്നെ ഉണ്ടായിരുന്നു. എല്ലാ തരം കാര്യങ്ങളും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് ചെയ്യുമല്ലോ, അപ്പൊ എന്റെ ഹസ്ബൻഡ് ഒക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്ന പെയിന്റ്സ് ആയിരുന്നു. പലതരം വ്യത്യസ്തമായിട്ടുള്ള പെയിന്റുകൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്റെ സ്കിൽ അതാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്ന ഇതിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ്ലി മാറി. ഞാൻ ഈ ഒരു കാര്യം ഒന്നും ചെയ്യാതെ ഇരുന്ന ഒരു സാഹചര്യം വന്ന്. പക്ഷെ എനിക്കിപ്പോഴും എന്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും
എനിക്ക് എപ്പോഴും കാണാം ഉമ്മ ഇങ്ങനെ ഇത് എടുത്തു വെച്ചിട്ടുണ്ടാവും, ഞാൻ ചെയ്തതാണ്. എന്നിട്ട് ഉമ്മ അതിങ്ങനെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുറെ കുടങ്ങൾ ഉണ്ടാവും, 2-3 കുടങ്ങൾ ഒരേപോലെ വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് മക്കൾ തന്നെ ആയപ്പോ എന്തായി, കുട്ടികളല്ലേ, കുട്ടികൾ തട്ടിമട്ടി അതങ്ങനെ പൊട്ടാനൊക്കെ തുടങ്ങി. അപ്പൊ ഉമ്മ അത് കാണാത്തോടത്ത് വീണ്ടും കൊണ്ടെടുത്ത് വെക്കും, കേടുവരുത്തി പോവുള്ളൂ പറഞ്ഞിട്ട്. അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് കാണുമ്പോ ഓക്കെ, ഞാൻ മുമ്പ് ചെയ്തിരുന്നതാണല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ മക്കള് വലുതായതിനു ശേഷം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നല്ല, പിന്നെ ഒരു സാഹചര്യം വരുമ്പോ നമുക്ക് ചെയ്യാൻ തോന്നുമ്പോ എടുത്ത് ചെയ്യുമ്പോ ഓക്കെ, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനിത് മറന്നിട്ടില്ല. പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നു, ഞാനത് വിട്ടുപോയതില് എനിക്ക് വീണ്ടും ഒരു പ്രചോദനം വന്നത് എന്റെ മോളത് വലുതായി, മോളൊറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്താണോ ചെറുപ്പത്തില് ഇതുപോലെ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നേ, അതുപോലെ ക്രാഫ്റ്റ് ചെയ്യുക, പെയിന്റ് ചെയ്യുക, ഈ ഒരു ഹോബിയിലോട്ട് ഓട്ടോമാറ്റിക്കലി അവള് വന്നു. അത് ഞാൻ അത്ഭുതപ്പെട്ടത്, ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടല്ല അവള് വന്നത്, ഞാൻ ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല വന്നത്. അത് സ്കില്ലായിരിക്കും, സ്കില്ലായിരിക്കും കിട്ടുന്നുണ്ടാകുക. അപ്പൊ ഞാൻ ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല വന്നത്, ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടല്ല വന്നത്. പക്ഷെ അവളുടെ ഇൻട്രസ്റ്റ് അതാണ്, അതിങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഓക്കെ, ഇത് എനിക്ക് ഞാൻ ചെയ്തിരുന്ന കാര്യമല്ലേ. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ആലോചിച്ചപ്പോ ഞാൻ ഒരു 10-12-15 വർഷം മുമ്പ് ഞാൻ ചെയ്തിരുന്ന കാര്യം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട സാധനം ഞാൻ വീണ്ടും മോളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഞാനത് മറന്നിട്ടില്ല. അപ്പൊ അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മുമ്പെന്നോ പഠിച്ച കാര്യം നമ്മൾ മറക്കില്ല. നമ്മുടെ ലൈഫിൽ അത് സ്കില്ലായിട്ട് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. നമ്മളതിങ്ങനെ പൊടി തട്ടി ഇങ്ങനെ കൊണ്ടുവരുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്താനുണ്ട്. സോ ദെൻ അതിലൊന്നാണ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്. സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷൻ. തേർഡ് വൺ സെൽഫ് ഡിസിപ്ലിൻ. ഫോർത്ത് വൺ ചലഞ്ച് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്. ഫിഫ്ത്ത് വൺ ടൈം മാനേജ്മെന്റ്. സെവൻത്ത് വൺ ഫിനാൻസസ്. എയ്ത്ത് വൺ പേഴ്സണൽ ഡെവലപ്മെന്റ്. നയൻത്ത് വൺ പേർപ്പസ്. 10th വൺ ഗ്രേറ്റ്ഫുൾ. ഞാൻ കുറെ ഉണ്ട് എന്ന് പറഞ്ഞത്. നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് ഓരോ സെഷനിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? എന്താണ് ആറ്റിറ്റ്യൂഡ്? എന്താണ് ആറ്റിറ്റ്യൂഡ്? വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? ദേഷ്യപ്പെട്ട് നിൽക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ്? ഒരു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ്? വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? പറയൂ, ചാറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറയാം. വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? പഠിച്ചവനോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഗ്രേറ്റ്ഫുൾനെസ്. യെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നന്ദി പറയാ, ഗ്രാറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ്, ATTITUDE, ആറ്റിറ്റ്യൂഡ്. ക്യാരക്ടർ ചേഞ്ച് ചെയ്യുക. ക്യാരക്ടർ ചേഞ്ച് ചെയ്യുക. ഓക്കെ, നമ്മള് ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാല്, ന്യൂ ജനറേഷൻ അവര് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ പറയുന്നതാണ്, ജെൻസി പിള്ളേര് കൂടുതലായിട്ട് പറയുന്നതാണ് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുക പറയും. അത് വേറൊരു തലാണ് കേട്ടോ. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാഹചര്യത്തോടുള്ള നമ്മുടെ സമീപനം. ഡെഫിനറ്റ്ലി അത് രണ്ടും ആവാം, പോസിറ്റീവും ആവാം, നെഗറ്റീവും ആവാം. പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം, രണ്ടും ആകാം. അതിലേത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. പോസിറ്റീവ് വേണോ, നെഗറ്റീവ് വേണോ? അതാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലാതെ ജെൻസി കുട്ടികൾ പറയുന്ന പോലത്തെ ആറ്റിറ്റ്യൂഡ് അല്ല. അവരുടെ ഭാഷ എന്ന് പറയുന്നത് വേറൊരു തലാണ്. നമ്മൾ പറയുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയേ അല്ല അവരുടെ ഭാഷ. അവരുടെ സ്ലാങ് വേറെയാണ്. നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഇംഗ്ലീഷ് പ്രോപ്പർ ഫോർമൽ ഇൻഫോർമൽ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ, വേർഡ്സ് ഉണ്ടല്ലോ, ആ വേർഡ്സിന്റെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് മീനിങ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്.
പഠിച്ചു വെച്ചാൽ നല്ലതാണ്, കുട്ടികളുള്ളതല്ലേ. നമ്മൾ വളർത്തുന്നത് ജെൻസി ജെൻ ആൽഫ കുട്ടികളെയാണ്. സോ ദെൻ ആ ഒരു ലാംഗ്വേജ് എന്താന്നുള്ളത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കൂടുതലൊന്നും നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ജെൻസി സ്ലാങ് അടിച്ചു കൊടുത്താൽ അവരുടെ വേർഡ്സ് കിട്ടും. അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ ഷോക്കായി പോകും. അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ എന്തൊക്കെയാന്ന് അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. സോ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് അല്ല. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. കാര്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവം അതൊരു ലൈക്ക് മാഗ്നറ്റ് ആണ്. ജാൻസി അല്ല, ജെൻസി. GEN-Z. Z മീൻസ് Z. ജെൻസി. ജെൻസി മീൻസ് 2000 തൊട്ടിട്ട് 2010 അല്ലെങ്കിൽ 2009 വരെ കാലഘട്ടത്തിലുള്ള കുട്ടികളെ. 90s കിഡ്സ് ഒരു വിഭാഗമുണ്ട്. 90 കിഡ്സിന് ശേഷം വരുന്ന വിഭാഗത്തിനെയാണ് ജെൻസി. ZY ഇല്ല, Z മാത്രം. ഈ Z പ്രൊനൗൺസ് ചെയ്യുന്ന വേറൊരു വാക്കാണ് Z. ഓക്കെ. അപ്പോ 2000 തൊട്ടിട്ട് 2008 2009 വരെ കാലഘട്ടത്തിൽ വരുന്ന കുട്ടികളെ പറയുന്ന ഒരു 2012 വരെ മാക്സിമൈസ് ചെയ്തിട്ട് വരും. അവരാണ് ജെൻസി വരുന്നത്. അതിന്റെ മുമ്പ് വരുന്നത് 90s ആണ്. നമ്മൾ ഈ 2K കിഡ്സിനെ ഉണ്ടല്ലോ, 2K കിഡ്സിനെ 2 വിഭാഗമായിട്ട് തിരിച്ചിട്ട് പറയുന്നതാണ് ജെൻസി. ദെൻ ജെൻ ആൽഫ എന്ന് പറയുന്നത് 2012 തൊട്ടിട്ട് ഇപ്പോൾ നിലനിന്ന് പോകുന്ന ഓരോ കുട്ടികളും ജെൻ ആൽഫയിലാണ് വിടുക. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പറഞ്ഞിട്ടില്ല. അതാണ് ഈ ജെൻസി ജെൻ ആൽഫ. 2K കിഡ്സിനെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അതിന്റെ മുമ്പുള്ളത് 90s കിഡ്സ്. ജനറേഷൻ ഡിഫൈൻ ചെയ്ത് വരുന്നതാണത്. നല്ല ഡിഫറൻസും ഉണ്ട്. ജെൻസി സ്ലാങ്ങും ജെൻ ആൽഫ സ്ലാങ്ങും അതെ 95 to 2010 അല്ല, 2000 to 2010 വരെയൊക്കെയാണ് ജെൻസി വരുന്നത്. ജെൻ ആൽഫ വരുന്നത് 2010 ടു ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. 2010 അല്ലെങ്കിൽ 2012 ടു ഇപ്പോ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ജെൻ ആൽഫയിൽ വരും. 95 ഒക്കെ 90s കിഡ്സ് അല്ല വരിക. ഓക്കെ. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആണ്. നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്തു പോകും. നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എത്രത്തോളം പവർഫുൾ ആണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എത്രത്തോളം പവർഫുൾ ആണെങ്കിൽ എന്ന് വെച്ചാല് നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആണോ നമ്മൾ അറിയാതെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അറിയാതെ കുറെ വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിൽ നമുക്ക് കിട്ടും. ബിക്കോസ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സർക്കിൾ പോസിറ്റീവ് ആണ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആണ്. സോ നമ്മൾ അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആകും. അത് നമുക്ക് മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യണം, നമ്മുടെ ഒപ്പമുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ ഒപ്പമുള്ള ആളുകളെയും ഈ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഇൻഫ്ലുവൻസ് ചെയ്യും. പോസിറ്റീവ് വൈബ് നെഗറ്റീവ് വൈബ് എന്നൊക്കെ പറയുന്ന പോലെ. അതേസമയം നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളതെങ്കിൽ, നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവമാണ്, നമുക്കൊരു വിഷയം വരികയാണ്, അതൊന്നും നടക്കാനേ പോകുന്നില്ല, അതൊന്നും ഒരിക്കലും നടക്കാനേ പോകുന്നില്ല. അല്ലെങ്കിൽ ഹൗ കം, അതെങ്ങനെ നടക്കും, വാട്ട് ഈസ് ദിസ്, ഈ ഒരു രീതിക്കൊക്കെ നമ്മൾ ആലോചിക്കും. സോ ദെൻ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വന്നു, നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് നമ്മുടെ മനോഭാവം, നമ്മളെല്ലാത്തിനും നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അപ്പോ തുറക്കുന്ന വാതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അടഞ്ഞിട്ട് പോകും, അതേ ഉണ്ടാവുള്ളൂ. തുറന്ന് കിട്ടൂല, തുറന്ന് കടക്കുന്നതാണെങ്കിൽ അത് അടഞ്ഞിട്ട് പോവുക ചെയ്യാം. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നമ്മളെ വിട്ടുപോകും. പക്ഷെ എല്ലാവർക്കും വേണ്ടത് പോസിറ്റീവ് എനർജി, ആർക്കും നെഗറ്റീവ് എനർജി വേണ്ട. എപ്പോഴും അടിയും ബഹളവും വഴക്കും സങ്കടവും ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? അഗ്രസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് നിൽക്കാൻ ഇഷ്ടം ഉണ്ടാവുമോ? എത്ര സമയം നമ്മൾ നിൽക്കും? ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് മടുക്കും, നമുക്ക് ഇട്ട് പോവാൻ തോന്നും. അപ്പൊ എല്ലാവർക്കും വേണ്ടത് പോസിറ്റീവാണ്. പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനം കിട്ടുക. മനസ്സമാധാനം മീൻസ് എവറിത്തിങ് അല്ലേ? മനസ്സമാധാനമാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. അതില്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്കത് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് വേണം. നമുക്ക് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആവണം. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകണം. സോ ദെൻ നമ്മളെ ചുറ്റുമുള്ള ആളുകൾ പോസിറ്റീവ് ആയിരിക്കും.
ഇനി നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്നിടത്ത് പോകണം. ഓക്കെ, പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു സർക്കിൾ നമുക്ക് കിട്ടും. ആ ഒരു സർക്കിളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുക. അതിൽ നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പൊ പിന്നെ അവിടെ വലിയ പ്രശ്നമില്ലല്ലോ. ഒരുപാട് ഇൻട്രോവേർട്സ് കൂടുതലുള്ള കാലാണ് അല്ലെ? ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ഒക്കെ വരുന്നുണ്ട്. ഇൻട്രോവേർട്ടുകൾക്ക് കൂടുതലായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് അസഹനീയമായിരിക്കും. അതേപോലെ ആംബിവേർട്ട് ഉണ്ട്. ഇതിൽ രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. പലതരത്തില് ആളുകളുടെ പേഴ്സണാലിറ്റി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം, നെഗറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം. പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ പോസിറ്റീവ് ആയി മാറും. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നമ്മുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകും. റിലേഷൻഷിപ്പ് ഹാപ്പി ആയി മുന്നോട്ട് പോകും. കാരണം പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആ വരുന്നത്. അവിടെ എന്തില്ല, അഗ്രസീവ്നെസ് ഇല്ല, ആർഗ്യുമെന്റ്സ് ഇല്ല, കോൺഫ്ലിക്ട്സ് ഇല്ല. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണെങ്കിൽ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം ഉള്ള ഒരാളാണെങ്കിൽ ആർഗ്യുമെന്റ്സിൽ മാക്സിമം ഒഴിവാകും. ആർഗ്യുമെന്റ്സ് വരുമ്പോ മാക്സിമം കട്ട് ഡൗൺ ചെയ്ത് പോവുക. വേണ്ട, എന്തിനാണ് ആർഗ്യുമെന്റ്സ്? വാദിച്ച് ജയിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? കോടതിയാണോ? അല്ല, ജീവിതമാണ്. നമ്മൾ ഇങ്ങനെ തർക്കിച്ച് വാദിച്ച് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഈ രീതിക്ക് തർക്കിച്ച് വാദിച്ചതുകൊണ്ട് നമുക്ക് എന്താ നേടാനുള്ളേ? നമ്മുടെ കുറെ എനർജി ലോസ് ആവും. രാവിലെ എണീക്കുന്നതേ ഈ വാദിക്കലും ഉണ്ടായിരിക്കും. എനർജി നമ്മുടെ വെറുതെ ലോസ് ആയി കളഞ്ഞതുകൊണ്ട് നമുക്കല്ലേ നഷ്ടം വരുന്നേ? നമുക്ക് നഷ്ടം വരും, നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിന് നഷ്ടം വരും. ഇൻ കേസ് ഒരു വീട്ടിലാണെങ്കിൽ അവിടെയുള്ള കുട്ടികളെ അത് ബാധിക്കും. അവിടെ താമസിക്കുന്ന മറ്റുള്ള ആളുകൾ അത് ബാധിക്കും. എല്ലാവർക്കും അത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് അതല്ലേ ഉപകാരം, അതല്ലേ നല്ലത്, അതല്ലേ നമ്മുടെ എനർജി ലോസ് ആവാണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ളതല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ അതൊരിക്കലും ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് തൊട്ട് ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, ഇന്ന് ഭയങ്കരമായിട്ട് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഇനി തൊട്ട് വേണ്ടത്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എനിക്ക് വേണ്ടത്, ഞാൻ ഇന്ന് തൊട്ട് ഭയങ്കര പോസിറ്റീവാണ്, ഇങ്ങനെയല്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്കത് മാറ്റാൻ കഴിയില്ല. നമുക്കത് സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോ ദിവസവും അതിനു വേണ്ടി മാറ്റിയെടുക്കാൻ പറ്റും. ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് അങ്ങനെ ഹൗ ക്യാൻ വി സോൾവ് ദാറ്റ്, ആ രീതിക്ക് നമുക്ക് ചിന്തിക്കാം. പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം വരുമ്പോ അത് എന്തുകൊണ്ടാ, അല്ലെങ്കിൽ ആ പ്രശ്നം എനിക്ക് വന്നല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും, അങ്ങനെ വിഷമിക്കാതെ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമുക്ക് ഏറ്റവും നല്ല മാർഗം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് വന്നു, എങ്ങനെ അത് മാറ്റാൻ പറ്റും? അല്ലാണ്ട് എനിക്കത് വന്നല്ലോ, ഞാൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞാൻ ആകെ പെട്ടുപോയി, എനിക്ക് ഒരിക്കലും ലൈഫിൽ നല്ല കാലം വരാൻ പോകുന്നില്ല, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാറുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാ? അപ്പൊ അതൊരു സ്റ്റെപ്പാണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനുള്ള ഒരു സ്റ്റെപ്പാണ് എന്ത് ചെയ്യുന്നത്. നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ രീതിക്ക് മാറ്റുക. ഒരു പ്രോബ്ലം വരുമ്പോ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാന്നുള്ളത്. ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ആർഗ്യുമെന്റ്സ് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ, കോൺഫ്ലിക്ട്സുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്താണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബെറ്റർ ആയി വരികയാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബെറ്റർ ആകുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ എല്ലാം ബെറ്റർ ആവുമല്ലോ. പേഴ്സണൽ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. ആറ്റോമിക് ഹാബിറ്റ്സിന്റെ ബുക്കിൽ പറയുന്നുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല. ചെറിയ ഹാബിറ്റ് തുടങ്ങുകയാണെങ്കിൽ ഒരു ദിവസം കുറച്ച്, അടുത്ത ദിവസം ആദ്യം ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ 10 മിനിറ്റ്സ്, പിന്നെ 15 മിനിറ്റ്സ്, പിന്നെ 20 മിനിറ്റ്സ്, ഇങ്ങനെ 2 മന്ത്സിലധികം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല. ഈ ഒരു രീതിക്ക് നമുക്ക് കുറച്ച് 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 ഒറ്റയടിക്ക് എല്ലാം കൂടി എടുത്ത് തലയിൽ വെക്കുമ്പോഴാണ് ഇത് ഭയങ്കര പ്രഷർ കുക്കറായി മാറുന്നത്. കുറച്ച് 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 ചെയ്യുമ്പോൾ നമുക്കിത് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കിത് ഇങ്ങനെ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. നമ്മൾ തന്നെ ചേഞ്ച് ആവുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എന്തായാലും നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് മാറ്റണ്ടല്ലോ എനിക്ക്, അല്ലേ? നമ്മുടെ ഒപ്പമുള്ള ആളുകൾ പറയും, ഒരുപാട് മാറിയല്ലോ, ആളുകൾ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പൊ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടല്ലോ. മാറ്റം വന്നേ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണത്
മുഴുവനായിട്ട് മാറിയത്. മാറ്റം അന്നേ തുടങ്ങിയത് കൊണ്ടാണ് ഇത്രയും മാറ്റം വന്നത്. അതേസമയം ഒറ്റയടിക്ക് മാറ്റം വന്നതല്ല. അങ്ങനെ ആർക്കും കഴിയൂല. അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ആൾമോസ്റ്റ് അധികം എന്തായിരിക്കും, ആക്ടിങ് ആയിരിക്കും. അത് അധികം കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്ക്. അപ്പൊ നമ്മൾ കുറച്ച് മാറ്റിക്കൊണ്ടുവരിക. പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എപ്പോഴും. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ട. നമ്മുടെ ലൈഫിൽ നിന്ന് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ട. അത് കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം നമുക്ക് മതി. നമ്മുടെ അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആയാൽ മതി. നമുക്ക് വേണ്ടത് സക്സസ് ആണ്. നമുക്ക് വേണ്ടത് സമാധാനമാണ്. സക്സസ്ഫുൾ ലൈഫാണ് നമുക്ക് വേണ്ടത്. സമാധാനമായിട്ടുള്ള ഒരു ലൈഫാണ് വേണ്ടത്. അപ്പൊ അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ കൂടെ. അതിനെങ്ങനെയൊക്കെ നമുക്ക് മാറാൻ പറ്റും അങ്ങനെയൊക്കെ മാറാം. നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യം മനസ്സിൽ വെക്കുക, ഒരു ദിവസം കൊണ്ട് മാറാൻ കഴിയില്ല. സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക. ഓരോന്നിനുള്ള മനോഭാവം പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തയോട് നടക്കുക. അത് നമ്മളിപ്പോ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഫോർഗീവ്നെസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാനും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാനൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്താ വരുന്നത്, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ മാത്രമാണോ? അല്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഒരു ഫാക്ടറാണ്. നമ്മൾ മലയാളം സംസാരിക്കുന്നുണ്ട്, നമ്മുടെ നോർമൽ സ്ലാങ് എന്ന് മാറി അച്ചടി ഭാഷ അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ്. കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കുന്ന ഒരാൾ ഇവിടെ വന്ന് സംസാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? ഇല്ല. അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ കുറെയൊക്കെ നമുക്ക് കേട്ട് ശീലമുള്ള കുറച്ച് വാക്കുകളൊക്കെ നമുക്കറിയാം. അതിലപ്പുറം നമുക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ സ്ലാങ് ഉണ്ട്. അപ്പൊ ആ സ്ലാങ് നമ്മൾ യൂസ് ചെയ്യുക, പക്ഷെ അത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്ലാങ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ നേറ്റീവ് സ്ലാങ് എനിക്ക് ഉണ്ടെങ്കിൽ എനിക്കത് ഇവിടെ വന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. മലയാളത്തിൽ തന്നെ എത്ര വേർഷൻ വരുന്നുണ്ട്. ഇപ്പൊ കാസർഗോഡിന്റെ ഉദാഹരണം പറഞ്ഞ പോലെയാണ്. അപ്പൊ അത് നമ്മൾ മാറ്റി കൊണ്ടുവരിക, സംസാരിച്ച് കൊണ്ടുവരിക, മാറ്റി കൊണ്ടുവരിക. അപ്പൊ അത് നമ്മുടെ എന്താണ്, നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് ആണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് ആണ്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ നമ്മുടെ സ്ലാങ് മാറ്റുക എന്നുള്ളത്. പിന്നെ ലാംഗ്വേജ് വരുന്നത്, ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എനിക്ക് ഇംഗ്ലീഷ് നല്ലപോലെ വായിക്കാൻ അറിയാം, എനിക്ക് ഇംഗ്ലീഷ് നല്ലപോലെ എഴുതാൻ അറിയാം, പക്ഷെ സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ സംസാരിച്ചാൽ തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയാണ്, ഗ്രാമർ തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയാണ്. എന്തുകൊണ്ടാണ്? നമ്മളത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഡേ ബൈ ഡേ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. മുമ്പ് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതെന്താണ്, നമ്മൾ സിലബസ് വൈസാ ഉപയോഗിക്കണം, അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതേസമയം ഇവിടെ ഒന്നും പഠിക്കാത്ത ഒരാൾക്കും കുറച്ച് സമയം പുറം രാജ്യങ്ങളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അതെന്തുകൊണ്ടാണ്? അവരിത് യൂസ് ചെയ്യാണ്. ഇത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താ ചെയ്യുന്നത്, യൂസ് ചെയ്യുകയാണ്. ദിവസം ഡേ ബൈ ഡേ അവർക്ക് വേറെ വഴിയില്ലത് ഉപയോഗിക്കാതെ. അപ്പൊ അവർ ഇമ്പ്രൂവ് ആയി വരികയാണ്. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി വരും. അപ്പൊ നമ്മൾ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഞാൻ സംസാരിച്ചാൽ ശരിയാവോ എന്ന് പറയുന്നത് കൊണ്ട് വല്ല അർത്ഥമുണ്ടോ? എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഞാൻ ശരിയാവില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? സോർണോ? ഇല്ല അല്ലേ? നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ശരിയാവാത്തത്. നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് പുതിയ പുതിയ വേർഡ്സുകൾ അറിയണമെങ്കിൽ അതിനെപ്പറ്റി നോക്കണം, അറിയണം, നമ്മളത് ഉപയോഗിക്കണം. അറിഞ്ഞാൽ മാത്രം പോരാ, ഉപയോഗിക്കും വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോ ഓക്കെ, ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ഇനി മുഴുവൻ ഫുൾ ഇംഗ്ലീഷാണ്, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ സംസാരിക്കാം. അത് ഡേ ബൈ ഡേ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും, ഇമ്പ്രൂവ് ചെയ്തു വരാൻ പറ്റും. നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, നമുക്കത് ലാംഗ്വേജ് അറിയുന്ന ഒരാളാണെങ്കിൽ അവരോട് സംസാരിക്കാം. അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് മാറ്റം വരില്ല, സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് മാറ്റം വരും.
ഈ രീതിക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ആരാണോ ലാംഗ്വേജിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ളത്, അതെ, എക്സ്പീരിയൻസ് ചെയ്യും, എക്സ്പെർട്ടൈസ് ചെയ്യും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റും. നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഡെഫിനറ്റ്ലി നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ സ്റ്റേജ് ഫിയർ ഉണ്ടാകും, പേടി ഉണ്ടാകും. ഈ പേടിയൊക്കെ ആദ്യം മാറ്റി വെക്കുക. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? തുടക്കത്തിൽ ഒരു ദിവസമൊക്കെ നമുക്ക് പേടി ഉണ്ടാവും. പിന്നെ ഇറങ്ങി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പേടി മെല്ലെ മെല്ലെ മാറും. നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ ഇതിൽ ഇറങ്ങി പോകുന്നു, ഇൻഡെപ്ത് ആയിട്ട് ചെല്ലുന്നു, നമ്മുടെ പേടി മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ അതിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ഇൻവോൾവ് ആയി പോകും. അപ്പൊ അങ്ങനെ പേടി കുറയും. നമുക്കതിന് അവൈലബിൾ ആണല്ലോ, വീഡിയോസ് അവൈലബിൾ ആണ്, കോഴ്സസ് അവൈലബിൾ ആണ്, എന്തെല്ലാം വഴികളുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. എപ്പോഴും അപ്ഡേറ്റ് ആവുക. ലാംഗ്വേജ് അതിന്റെ കാര്യമല്ല, നമുക്ക് ഇൻഫോർമൽ ലാംഗ്വേജ് അറിയണം. അപ്പൊ എപ്പോഴും അപ്ഡേറ്റ് ആവുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജെൻസി, ജെൻ ആൽഫ ഓരോ ദിവസം അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്താന്ന് അറിയണം. നമ്മളെ ഭാഷയും കൊണ്ട് അവരോട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. അല്ലെങ്കിൽ അവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവരുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് സ്റ്റൈലിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി പോകും. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഒരുപാട് സോഴ്സസ് ഉണ്ട്. മുമ്പത്തെ പോലെ നെറ്റ് കഫേയിലൊക്കെ പോയി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും സോഴ്സസ് ഉണ്ട്. ആ സോഴ്സ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം നമ്മളെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് എന്തായി? ലാംഗ്വേജ് പ്രോബ്ലം അങ്ങനെ മാറി കിട്ടും. സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക. ഓൾവേസ് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുക. സഭ്യമായ ഭാഷ സംസാരിക്കുക. അനാവശ്യത്തിന് പോലും, തമാശക്ക് പോലും അസഭ്യമായ ഭാഷ. വെറുതെ തമാശക്കാണ്. ഇത് എന്റെ ഫ്രണ്ട് സർക്കിൾ അല്ലേ, ഇവിടെ ആരാ ഉള്ളേ, നമ്മൾ മാത്രമല്ലേ കേൾക്കാനുള്ളൂ. അങ്ങനെയല്ല. അസഭ്യത എന്നുള്ളത് വാക്കിൽ നിന്ന്, നമ്മുടെ സംസാരത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിയിട്ട് സഭ്യമായ ഭാഷ സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് പേടിക്കേണ്ട. പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും ഈ അസഭ്യത വരില്ല. പിന്നെ എന്തിനാ പേടിക്കണേ? സഭ്യമായ ഭാഷയിലാണ് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് എങ്കിൽ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കലും മോശം വാക്കുകളൊന്നും പറയില്ലല്ലോ, നമ്മുടെ വായുന്നത് വരില്ല. ബിക്കോസ് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. സഭ്യമായ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. തമാശക്ക് പോലും അത് പറയില്ല. അപ്പൊ നമുക്ക് എന്തായി? നമ്മുടെ ലൈഫിന്റെ പാർട്ടായി മാറി. കോൺഫിഡൻസ് കൂടി. നമ്മുടെ കോൺഫിഡൻസ് അവിടെ എന്തായി? ഇമ്പ്രൂവ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? സഭ്യമായ ഭാഷ ഉപയോഗിക്കുക, കോൺഫിഡൻസോട് കൂടി സംസാരിക്കുക. അപ്പൊ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് ഇമ്പ്രൂവ് ആകും. നമ്മൾ സംസാരിക്കുന്ന രീതി ഇമ്പ്രൂവ് ആകും. നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ വെറുതെ ഒരു അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞു, എന്താണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല, വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്താണോ പറഞ്ഞത് അത് അവരുടെ ഹൃദയത്തിൽ പോയി ഇരിക്കുന്ന പോലെ നമ്മൾക്ക് പറയാൻ സാധിക്കണം. അവർക്ക് കൃത്യമായി മനസ്സിലാവണം. അവർക്ക് സ്ട്രൈക്ക് ചെയ്യണം. ഓക്കെ, പറഞ്ഞതിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു നോക്കട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് മാറണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മാറണം, നമ്മുടെ ചിന്തകൾ മാറണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് മാറ്റുക, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മാറ്റുക. അവരുടെ ഒരു പൾസ് അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഓഡിയൻസിന്റെ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പൾസ് എന്താണ് അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിക്കുക. അതുപോലെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുമ്പോൾ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഓക്കെ, നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിച്ചു. അതല്ല, അതിന്റെ അപ്പുറം എന്താണ്? എ ഗുഡ് ലിസണർ. എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ വിൽ ബി എ ഗുഡ് ലിസണർ. നല്ലൊരു ലിസണർ ആയിരിക്കും. ഓൾവേസ് ലിസൺ. എപ്പോഴും ലിസൺ ചെയ്യും. അവർ ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്. അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മനസ്സിലാക്കാൻ വേണ്ടി ലിസൺ ചെയ്യും. എന്താണ് ഒരു പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ലിസൺ ചെയ്യും. അവരുടെ ഇമോഷൻസ് മനസ്സിലാവും ആ ലിസൺ ചെയ്യുന്നതിനോടുകൂടി. PMA ഗഫൂർ സാറിനെ അറിയില്ലേ? ഇവിടെ നമ്മുടെ മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെ ആയിട്ടുള്ള PMA ഗഫൂർ സാറ്.
ആളുടെ സംസാരം അല്ലെങ്കിൽ ആള് കുറച്ച് കൂടുതൽ സമയം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് അമേസിംഗ് ലിസണർ. ആള് സംസാരത്തെക്കാൾ കൂടുതൽ ലിസണിങ് ആണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർണോ? ശ്രദ്ധിച്ചിട്ടുണ്ട് മാം. കേൾക്കാറുണ്ട്, സ്പീച്ച് കേൾക്കാറുണ്ട്. തിരിച്ചു കേൾക്കാറുണ്ട്. Yes. ഭയങ്കര ഇഷ്ടമാണ്. യെസ് യെസ്. സംസാരമാണോ കൂടുതലുള്ളത്, ലിസണിങ് ആണോ കൂടുതലുള്ളത്? ലിസണിങ് ആണ്. അതെ, എനിക്ക് ആളുടെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ക്ലാസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോ ആളിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത് നമ്മളങ്ങനെ കേട്ടിരുന്നു പോകും അല്ലേ? മാത്രല്ല ആത്മീയമായിട്ട് ഒരുപാട് കാര്യങ്ങളും പറയുന്നുണ്ട്. അതെ, നമ്മളങ്ങനെ കേട്ടിരുന്നു പോകും. നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ആ ഒരു ലോകത്തിലോട്ട് പോകുന്ന രീതിയിൽ കേട്ടിരുന്നു പോകും. അപ്പൊ അറിയാണ്ടല്ലേ അവർക്ക് വേറൊരു എനിക്കത് കൂടുതലായിട്ട് എനിക്ക് ഒരിക്കലും ആളുമായിട്ട് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. നേരിട്ട് ഇതുപോലെ വെബിനാറിലാണ് സംസാരിച്ചത്. നേരിട്ട് ഒരിക്കലും സംസാരിക്കാൻ ഭാഗ്യം കിട്ടി. ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സമയത്തും കേൾക്കണം. നമ്മൾ എന്താണോ പറയുന്നത് അത് ആള് സൈലന്റ് ആയി നമ്മൾ പറയുന്ന കഴിയുന്ന വരെ ആള് വെയിറ്റ് ചെയ്ത് മുഴുവനായിട്ട് കേട്ടു. ദെൻ അതിനുശേഷം ആളൊരു റിപ്ലൈ തരും. അത് ഒരുപാടൊന്നും പറയില്ല, ഒരുപാട് വലിയ റിപ്ലൈ ഒന്നും കിട്ടൂല. ചെറിയ ഒരു 2-3 വേർഡ്സ്, ഒരു സെന്റൻസ്, അത്രേ ഉണ്ടാവുള്ളൂ ആളുടെ റിപ്ലൈ. പക്ഷെ അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ എൻ്റെ പഠനം തുടങ്ങി. അതിനുശേഷം ഈ ഒരു കരിയറും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ എൻ്റെ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് PMSR ആയിട്ട് സംസാരിക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ എൻ്റെ സന്തോഷം പറഞ്ഞു. കാരണം എനിക്ക് സൈക്കോളജി ഫീൽഡ് അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് കിട്ടിയ ഒരു സ്പാർക്ക് ഇവരിൽ നിന്നൊക്കെയാണ്. ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്കൊരു സ്പാർക്ക് കിട്ടി. അപ്പൊ ഞാൻ അതിന്റെ സന്തോഷം ഞാൻ അതിനെ പറ്റി പറഞ്ഞു. അത് മുഴുവൻ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഒരു സമയം വരെ ഞാൻ അതിരുന്ന് അറിയുന്നവരെ ആൾ മുഴുവൻ കേൾക്കുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും. അങ്ങനെയല്ല ഉണ്ടായേ. ജസ്റ്റ് ആള് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ വന്ന ഒരു ജേണി, ഇനി നിങ്ങൾ എത്താൻ പോകുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ എത്താൻ പോകുന്ന നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എത്താൻ പോകുന്ന നിങ്ങളുടെ ലക്ഷ്യം, ഡെസ്റ്റിനി എന്താണോ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാവണം. അന്ന് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല എന്നല്ല, പക്ഷെ ഞാൻ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സ്റ്റോറി അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. പക്ഷെ ഇന്ന് ഞാനത് ആലോചിക്കുമ്പോ അതിന്റെ അർത്ഥം എത്രത്തോളമാണ് എന്നുള്ളത് ഞാൻ ഇപ്പൊ ആലോചിക്കാറുണ്ട്. യെസ്, വാട്ട് വാസ് ദ ഡിഫറൻസ്? എന്തായിരുന്നു അന്നും ഇന്നും? ഒരുപാട് വ്യത്യാസമുണ്ട്. എന്റെ ജേർണിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് എന്റേതായിട്ട് പറയാനൊരു സ്റ്റോറി ഉണ്ട്. ശരിയല്ലേ? ആ പറഞ്ഞത് ശരിയല്ലേ? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആൾക്ക് അങ്ങനെ പറയാൻ സാധിച്ചു. ഇറ്റ്സ് അമേസിംഗ് ലിസണർ. അങ്ങനെ ഒരുപാട് പേര്, നല്ല നല്ല ഒരുപാട് കഴിവുള്ള ഒരുപാട് ആളുകൾക്ക് എന്തുണ്ട്, ഈ ഒരു ലിസണിങ് കപ്പാസിറ്റി ഭയങ്കരമാണ്. അപ്പൊ നല്ല കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ലിസൺ ചെയ്യാൻ സാധിക്കും. അത് ആൾസോ മെന്റർ എന്ന ബേസ് ചെയ്തിട്ടല്ല, ഒരു മെന്ററിന് നല്ല ലിസണിങ് കപ്പാസിറ്റി വേണമെന്നല്ല. ഏതൊരു കരിയർ ആണെങ്കിലും നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാണ്, നമ്മളൊരു ഡോക്ടർ പെട്ടെന്ന് നോക്കി വിടുന്നതാണോ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ പറയുന്നത് മുഴുവൻ കേട്ട് ശരിയാവും ട്ടോ, നമുക്ക് നോക്കാട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ മരുന്നിനേക്കാൾ കൂടുതൽ സമാധാനം അവിടെ കിട്ടും അല്ലേ? മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, പകുതി സമാധാനമായി. അങ്ങനെ ഉണ്ടാവാറില്ലേ? ബിക്കോസ് ആ ഒരു ലിസണിങ് കാരണമാണ് നമുക്ക് അത് കിട്ടുന്നത്. അവരുടെ ലിസണിങ് ക്വാളിറ്റി കാരണമാണ് നമുക്ക് ആ ഒരു ഇനിയിപ്പോ ഇൻ കേസ് നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? നമ്മളിപ്പോൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യമാണല്ലോ. നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ലിസൺ ചെയ്യണ്ടേ? എപ്പോഴും അഗ്രസീവായി എപ്പോഴും ആർഗ്യുമെന്റ്സ് ആണോ വേണ്ടത്? അല്ല. കോൺഫ്ലിക്ട്സ് ആണോ വേണ്ടത്? അല്ല. ലിസൺ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഈ കോൺഫ്ലിക്ട്സ് മാക്സിമം പോയി കിട്ടും, ഒഴിവാക്കും നമ്മൾ കോൺഫ്ലിക്ട്സിനെ. ആർഗ്യുമെന്റ്സിൽ നിന്ന് മാറി നിൽക്കും, ആർഗ്യുമെന്റ്സ് മാറിക്കിട്ടും. നമ്മുടെ ലൈഫിൽ നിന്നും ആർഗ്യുമെന്റ്സ് കംപ്ലീറ്റ്ലി മാറും. ആവശ്യമില്ലാത്ത അനാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, ആർഗ്യുമെന്റ് ചെയ്യാൻ പോവില്ല.
അതെ, എപ്പോഴും നല്ല ശ്രോതാവായിരിക്കും. എപ്പോഴും കേൾക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുക എന്നല്ല. നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. സോ നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് പറയുന്ന ആൾക്കും മനസ്സിലാവണം. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. വെറുതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതല്ല കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്നത് എന്താണെന്ന് പറയുന്ന ആൾക്കും കേൾക്കുന്നത് എന്താണെന്ന് കേൾക്കുന്നവണം ഇൻ ഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം. അത് നമ്മളെ നല്ല ലിസണർ ആയിരിക്കണം. നമ്മൾ എന്താണോ പറയുന്ന വിഷയം, ആ ഒരു വിഷയത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അതെല്ലാം നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് എപ്പോഴും അതിനെ പറ്റി അറിവുണ്ടായിരിക്കണം. നമുക്ക് എന്തായിരിക്കണം? നമ്മൾ ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം. നമ്മൾ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും മനസ്സിലാവണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മുടെ എനർജി ലോസ് ആയതുകൊണ്ട് നമുക്കും നഷ്ടം, അവർക്കും നഷ്ടം, സമയം നഷ്ടം, എല്ലാം നഷ്ടം അല്ലേ? 24/7 നമുക്ക് വെറുതെ കിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആവാ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അത് നമ്മൾ ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. മെല്ലെ മെല്ലെ. അപ്പൊ അഗ്രസീവ്നെസ് കുറയും. നമുക്ക് ദേഷ്യമുണ്ട്. ദേഷ്യമില്ലാത്ത മനുഷ്യന്മാരില്ല. ഫ്രസ്ട്രേഷൻ വരുമ്പോ ദേഷ്യം വരും. വേറെ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോ ദേഷ്യം വരും. ഈ ദേഷ്യം എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കണം. എങ്ങനെ സാധിക്കാൻ പറ്റും? നമ്മൾ ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് അവർക്കും മനസ്സിലാവും, അവരുടെ പ്രോബ്ലം എന്താണെന്ന് നമുക്കും മനസ്സിലാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പൊ തന്നെ അവിടുന്ന് അഡ്ജസ്റ്റ്മെന്റ് മാറി അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ടാകുമ്പോ തന്നെ പ്രശ്നം തീരും. ഇങ്ങനെ കോൺഫ്ലിക്ട്സുകൾ ഒഴിവായി കിട്ടും തോറും അവിടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. ഇനി ഇൻ കേസ് റിലേഷൻഷിപ്പ് വിട്ടിട്ട് നമ്മളൊരു ബിസിനസ് ഡീലിലോട്ടാണ് വരുന്നത്, നമ്മളൊരു നല്ല കമ്മ്യൂണിക്കേറ്റർ അല്ല, നമ്മുടെ ബിസിനസ് ഐഡിയാസ് എന്താണെന്ന്, പ്രൊപ്പഗൻഡ് എന്താണെന്ന് വേറൊരാളോട് നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിലല്ല, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുള്ളൂ. നമ്മുടെ കൊളീഗ്സിനെ, നമ്മുടെ സബോർഡിനേറ്റ്സിനെ, നമ്മുടെ കോവർക്കേഴ്സിനെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ, നമ്മൾ എന്താണോ പറയുന്നത് അവർക്കും, അവരെന്താണോ പറയുന്നത് നമുക്കും ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിച്ചാലേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ നമ്മളൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് നല്ല ലാംഗ്വേജ് സ്കിൽ ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല, ഇംഗ്ലീഷ് പഠിക്കണം, സംസാരിക്കണം. ഡേ ബൈ ഡേ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ഡേ ബൈ ഡേ. ഒരു ദിവസം കൊണ്ട് മുഴുവനായിട്ടും മാറില്ല, വർഷങ്ങൾ എടുക്കും. ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടായിരിക്കും. ഓരോ ദിവസവും നമുക്ക് മാറ്റങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ പേടി മാറും, കോൺഫിഡൻസ് കൂടും. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ ചെയ്യണം? സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. ഇതിന് ഓരോ ദിവസവും ഡേ ബൈ ഡേ നമ്മുടെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങൾ മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഈസ് എന്താന്ന് പറയാ, ഇൻഫിനിറ്റി. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്ക് കിട്ടും. നമ്മളിൽ വരുന്ന ചേഞ്ചസ്, നമ്മുടെ സറൗണ്ടിങ്സിൽ വരുന്ന ചേഞ്ചസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന ചേഞ്ചസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്ന ചേഞ്ചസ്, നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്ത് വരികയാണ്, ഇംപ്രൂവ് ആവുകയാണ്, സക്സസ്ഫുൾ ജേർണിയിലോട്ട് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ കരിയർ എന്താവുകയാണ്? കരിയർ സക്സസ്ഫുൾ ആവുകയാണ്. ബിക്കോസ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്ഡ് ആയി, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്ഡ് ആയി, നമ്മൾ ചേഞ്ച് ആവുകയാണ്. ഡേ ബൈ ഡേ നമ്മൾ ചേഞ്ച് ആവുകയാണ്. നമ്മുടെ പേഴ്സണാലിറ്റി ഒരുപാട് മാറി. ഈ മാറ്റത്തോടു കൂടി നമുക്ക് ലഭിക്കുന്നത് കരിയർ സക്സസ്ഫുൾനെസ്, ബിസിനസ്സിൽ വരുന്ന സക്സസ്ഫുൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന സക്സസ്ഫുൾ, ഇതിനേക്കാൾ എക്സ്ട്രീം ലെവൽ നമുക്ക് കിട്ടുന്ന മനസ്സമാധാനം, സന്തോഷം. ഇതെല്ലാം ഓരോന്നായിട്ട് ഇംപ്രൂവ് ആയി വരികയാണ്. മുഴുവനായിട്ട് മാറില്ല, ഇംപ്രൂവ് ആയി വരികയാണ്. നമുക്ക് സമാധാനം, സന്തോഷം കിട്ടും.
ബിക്കോസ് നമ്മൾ ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഇമ്പ്രൂവ് ആവുന്നത് കാണാൻ സാധിക്കില്ല. ഇമ്പ്രൂവ് ആവുമ്പോൾ 10 ഇമ്പ്രൂവ്മെന്റ്സ് നമുക്ക് കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരെണ്ണം നമുക്ക് ലോസ് ആവുന്നതാണ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ആ ഒരെണ്ണത്തിന്റെ പിന്നാലെ നമ്മൾ പോകും. 10 വെള്ളത്തിൽ കലക്കിയ മതിയാവും. കാര്യമല്ല. എന്ത് ചെയ്യുക? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുപോവുക. നമ്മൾ ഇമ്പ്രൂവ് ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നമ്മൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മുടെ സമയത്തിലോട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഡിസയർ നമ്മൾ എന്തെങ്കിലും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ടാവും. നമ്മൾ മാറിയത് ഒരുപാട് മാറിയിട്ടുണ്ടാവും. ഒരുപാട് നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ കണക്ഷൻ, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാം മാറിയിട്ടുണ്ടാവും. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഒരു ദിവസം നമ്മൾ എനിക്ക് ഇന്ന് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, എന്റെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാറുകയാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കൊണ്ടുവരാണ്. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്റെ കമ്മ്യൂണിക്കേഷൻ വേ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഞാൻ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ ആക്റ്റീവ് ലിസണർ ആയിട്ടുണ്ട്. ഞാൻ പറയുന്ന വാക്കുകൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. വെറുതെ എന്തെങ്കിലും വളവളാന്ന് പറയുന്നതിൽ നിന്നും ഒരുപാട് ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഉപകാരമുണ്ട്. ഒരുപാട് പേർക്ക് സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അത് മതി നമുക്ക് നെക്സ്റ്റ് ഡേ വളരെ പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി തുടങ്ങാൻ, അല്ലേ? നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലെ മുഖത്ത് വരുന്ന ചിരി, സന്തോഷം, നമ്മൾ കാരണം കിട്ടുന്ന സന്തോഷം, നമ്മുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയതുകൊണ്ട് കിട്ടുന്ന സന്തോഷം, നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അവർക്കുണ്ടാവുന്ന സ്പാർക്ക്, അതുകൊണ്ട് അവർക്ക് ഇതിന് എങ്ങനെ ചേഞ്ച് ഉണ്ടായി, ഞാൻ ഇങ്ങനെയൊക്കെ മാറി എന്ന് അവർ പറയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, ഇതെല്ലാം നമുക്ക് വളരെ വലുതാണല്ലോ. അപ്പൊ എന്താണ് ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആവുക? എക്സാക്ട്ലി നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആവുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇംപ്രൂവ് ചെയ്യുക. അടുത്തത് വരുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. സെൽഫ് ഡിസിപ്ലിനെ പറ്റി പറയാൻ ഇന്ന് നമുക്ക് സമയമില്ല. നമ്മളിത് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, സെഷൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ഇൻഡെപ്ത് ആയിട്ട് പറയാം. ഒരു ടോപ്പിക്, ഓക്കെ, 10 തിങ്സിനെ പറ്റി ഞാൻ കംപ്ലീറ്റ്ലി വേഗം പെട്ടെന്ന് ഫാസ്റ്റിനായിട്ട് പറഞ്ഞു, അടുത്ത ടോപ്പിക് എടുത്തു. അങ്ങനെയല്ലല്ലോ, നമ്മൾ ഇവിടെ എല്ലാം ഉണ്ട്. നമുക്കിത് എന്ത് ചെയ്യാം? ഈ ഒരു ടോപ്പിക്കിനെ കീറി മുറിച്ച് അതിന്റെ കംപ്ലീറ്റ് കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, അല്ലെ? ബിക്കോസ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വെറുതെ ഓടിച്ചു വിടല്ല, നമുക്ക് മാറ്റം വരുത്തന്നെ വേണം. ഓക്കെ, 10 ഐറ്റംസ് ഒന്നുകൂടിയും പറയാം. ആറ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, സെൽഫ് ഡിസിപ്ലിൻ, ടൈം മാനേജ്മെന്റ്, ചലഞ്ച് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്, build your knowledge, finances, personal development, then purpose, gratefulness. Okay, got it? Got it. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആറ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, സെൽഫ് ഡിസിപ്ലിൻ, challenge your limiting beliefs, time management, build your knowledge, finances, personal development, purpose, grateful. Okay, അല്ലേ? Clear? ഫിനാൻസസ്, സാമ്പത്തികം. ഓക്കെ, നമുക്ക് ചെറിയൊരു ഇന്ററാക്ഷൻ കൊടുക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ചെറിയ സമയമുള്ളൂ.
പെട്ടെന്ന് തീർക്കാം. എനിവൺ എനിത്തിങ്? എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായി അല്ലേ? ഓക്കെ. Fine morning. Something very different I want to tell you. It is not about the content. Today I was listening, you were telling the 10 points and also in between. I just want to see, you are tuning with the creator, I think so. Without you knowing so many things, it is coming. That happens only when you do the highest level of preparation. You want to give something to your audience, like that it will come. I do think in your coming sessions and in the future years ahead, you'll come up as a good speaker. All the very best. Thank you so much. Thank you so much. Glad to hear. Thank you so much. Okay. Thank you. നമ്മള് സംസാരിക്കുമ്പോ വെറുതെ ആയി പോവരുത്. നമ്മുടെ സമയം, എന്റെ സമയം നിങ്ങളുടെ സമയം വേസ്റ്റ് അല്ല, വേസ്റ്റ് ആയി പോവരുത്. നമുക്കതുകൊണ്ട് എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടാവണം. then കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ എന്നോ നമ്മൾ കാണുമ്പോൾ കേൾക്കണം, ആ ഒരു സ്പാർക്ക് കാരണം എനിക്ക് ഇങ്ങനെ ചേഞ്ച് വന്നു, ഞാൻ ഇത്ര ഇമ്പ്രൂവ് ആയി, എനിക്ക് ഇത്ര മാറ്റം വന്നു. then that will make my day. അതെന്റെ ദിവസം തന്നെ അതായിരിക്കും. എനിക്ക് ഏറ്റവും കിട്ടുന്ന ആ ഒരു സന്തോഷം അതായിരിക്കും, എനിക്ക് കിട്ടാൻ പോകുന്ന സന്തോഷം അതായിരിക്കും. അത് എനിക്ക് മാത്രമല്ല, everyone should be, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും ഒരാൾ മോട്ടിവേറ്റഡ് ആയാൽ, ഒരാൾക്കൊരു സ്പാർക്ക് ഉണ്ടായാൽ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ, ഒരു സ്പാർക്ക് മതി ഒരു ബ്ലോക്ക് മാറി അവർ കംപ്ലീറ്റ്ലി അവരുടെ ലൈഫ് മാറാൻ, ഒരു ടേണിംഗ് പോയിന്റ് കടക്കാൻ. ഒരു സ്പാർക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ഇവിടുന്ന് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത് ആ ഒരു കാര്യത്തിലോട്ട് ഞാൻ എത്രത്തോളം ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നു, അതെനിക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഞാനും ഇമ്പ്രൂവ് ആവും, നിങ്ങളും ഇമ്പ്രൂവ് ആവും. ഒരു പാലയിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലേ? നമ്മൾ എന്താണ് ആൾവേസ് ഓക്കെ. ദെൻ ഇതിന്റെ ബാക്കി കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ ബാക്കി ടോപ്പിക്കിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ നാളെ കാണാം നമുക്ക്. Hope you all are doing well. Thank you so much for hearing me. Active listening എല്ലാവരും ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, റെക്കോർഡ് കാണാൻ പറ്റുന്നവർ കാണുക, കമന്റ് ബിലോ ചെയ്യുക. മാക്സിമം എല്ലാവരും നാളെ ജോയിൻ ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Thank you. Thank you, ma'am. Thank you. Thank you so much.